കത്തുന്ന കാലമല്ലല്ലോ, ട്യൂബ് ലൈറ്റ് തന്നെ ഇല്ലല്ലോ, വെറും തിരിവിളക്ക് കത്തിച്ചല്ലേ അവർ കിതാബ് എഴുതുന്നത്. അങ്ങനെ കിതാബ് എഴുതുന്ന സമയത്ത് അതാ വിളക്കണിഞ്ഞു പോയപ്പോൾ തൊട്ടടുത്തുള്ള മരത്തിൽ നിന്ന് അതാ ഓട്ടോമാറ്റിക്കായി ലൈറ്റ് വരുന്നു. ആ ലൈറ്റിൽ കിതാബ് എഴുതി മുഴുമിക്കുന്നു. അങ്ങനെയുള്ള പണ്ഡിതനായ അബ്ദുൽ കരീം റാഫിഈ റളിയല്ലാഹു അൻഹു ശാഫിഈ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ച ആളാണ്. കിതാബ് എഴുതുന്ന സമയത്ത് ഇതേപോലെ തിരിവിളക്ക് കെട്ടുപോയപ്പോ കയ്യിന്റെ വിരലിൽ നിന്ന് തന്നെ പ്രകാശം കിട്ടിയിട്ട് കിതാബ് എഴുതി പൂർമിച്ച മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവരെല്ലാം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അതാ അവലംബമാക്കി പിന്തുടർന്ന് ജീവിച്ചവരാണെന്ന് പറയുമ്പോ എന്തിനധികം പറയണം. ഹദീസിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ സഹീഹുൽ ബുഖാരി മാസകഫി ഫളിൽ ബുഖാരി മുസ്ലിമൂ എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പാടിയില്ലേ. ഒരു മുസ്ലിമിനും ബുഖാരിയുടെ ബഹുമാനത്തിൽ തർക്കമില്ല. ആ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങളടക്കം ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് നോക്കി ജീവിച്ചു എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എഴുതി വെക്കുന്നതിനിടയിൽ സഹാബത്തിന്റെ വാചകങ്ങളും പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്നതിനിടയിൽ മാലിക് ഇമാം തങ്ങൾ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു. ഇബ്നു ഇദ്രീസ് ശാഫിഈ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകങ്ങൾ പറയുന്നതിനിടയിൽ ശാഫിഈ ഇമാമിന്റെ പ്രസ്താവന അത് വലിയ പ്രമാണമായി തെളിവായി ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ തന്നെ രേഖപ്പെടുത്തിയില്ലേ. അപ്പോൾ ചില്ലറക്കാരനാണോ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ? അല്ലാഹുവേ, ആ മഹാനായ പണ്ഡിതരെ ഞങ്ങളെ കഴിവനുസരിച്ച് പിന്തുടർന്ന് ജീവിക്കുന്നു പാവപ്പെട്ട ഞങ്ങളെ ആ മഹാന്റെ കൂടെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഏതെങ്കിലും വിവരമില്ലാത്തവരെ പിന്തുടരൂല. ഞങ്ങൾ ആരും പറയില്ല ഞങ്ങളെ പിന്തുടരണം എന്ന് പറയൂല. കാരണം ഞങ്ങൾക്ക് വിവരം ഇല്ല. വിവരമുള്ള ശാഫിഈ ഇമാമിനെ പിന്തുടരണം എന്നേ പറയൂ. ഞങ്ങളെ പിന്തുടരണം എന്ന് ഞങ്ങൾ പറയില്ല. കാരണം ഞങ്ങൾക്ക് വിവരം ഇല്ല. ഞങ്ങൾ വലിയ വിവരമുള്ളവരാണ് എന്ന നാട്യവും അഹങ്കാരവും ഞങ്ങൾക്കില്ല. എങ്ങനെ? നമുക്ക് കഴിയില്ല. പരിശുദ്ധ ഖുർആൻ നോക്കി നിയമം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. ഹദീസ് നോക്കി നിയമം കണ്ടെത്താൻ കഴിയില്ല. ആ ഇമാമിങ്ങൾ എഴുതി വെച്ച ഏതെങ്കിലും ഒരു നിയമത്തെ ഖുർആനോ ഹദീസോ ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാമെന്ന നിലക്ക് ആ ഇമാമിങ്ങളെ ഇവിടുന്ന് അതാ അഡ്രസ് ഇല്ലാതെയാക്കാമെന്ന നിലക്ക് ഏതെങ്കിലും ഒരുത്തൻ വന്നാൽ അവനെ നമ്മൾ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പരാജയപ്പെടുത്തും. അതിന്